അന്തരീക്ഷത്തിലേക്ക് അനന്തകൃഷ്ണൻ ഇവിടെ പറഞ്ഞ ഒരു ന്യായം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതുകൊണ്ട് അതിൻ്റെ പ്രതികരണം ആ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് കടക്കണമോ ഇല്ലയോ എന്നുള്ളത് അങ്ങേക്ക് തീരുമാനിക്കാം. പക്ഷേ ഇതെങ്ങോട്ടാണ് ഈ പോക്ക്? ഇപ്പോൾ ഇത് ചൈന മെല്ലെ ഒരു കൈ കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം UN സുരക്ഷാ കൗൺസിൽ പാസാക്കിയ പ്രമേയത്തിന് വെള്ളം ചേർക്കാനുള്ളൊരു ശ്രമം തുടങ്ങിയിരിക്കുന്നു. ഈ പണ്ടുണ്ടായ ഹിന്ദി ചീനി ഭായി ഭായി എന്ന് പറഞ്ഞ് നമ്മുടെ അവസാനം നമ്മുടെ ഉള്ളിലേക്ക് ചൈനീസ് പട്ടാളം കടന്നു കയറിയ ശേഷമാണ് പറ്റിയ അബദ്ധം എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. ചൈന ഈ അവസരം മുതലെടുക്കും എന്ന് നമ്മൾ ഭയക്കണ്ടേ? നമ്മളിവിടെ ഇരുന്ന് വലിയ വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇത് ചൈനയ്ക്കൊരു വഴി തുറക്കലാവുമോ? പ്രദീപ്, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? കേൾക്കാം, ക്ലിയർ ആണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം, ഗോ ഹെഡ്. പ്രദീപിൻ്റെ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇത്. എന്തുകൊണ്ടായിരിക്കും ഈ ആക്രമണങ്ങൾ ഉണ്ടായത് എന്ന കാരണങ്ങളിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാക്കിയതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നതല്ല, സബ്ജക്റ്റ് എക്സ്പേർട്സ് പറയുന്നതാണ്, നമ്മളുടെ ഈ ഹെമിസ്ഫിയറിൽ കോൺസ്റ്റൻ്റ്ലി ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ ഇങ്ങനെയൊരു പവറിൻ്റെ ആവശ്യം മറ്റ് പലർക്കും തോന്നിയിരുന്നു. അതിന് പാകിസ്ഥാൻ എന്നും വളക്കൂറുള്ള ഒരു മണ്ണും ആയിരുന്നു. പണ്ട് ഒരു കാലത്ത് അമേരിക്കയായിരുന്നെങ്കിൽ ഇന്ന് ആ ഇക്വേഷൻ മാറിയിരിക്കുന്നു. അമേരിക്ക ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് പ്രത്യക്ഷത്തിലെങ്കിലും ഒരുപാട് മാറി നിൽക്കുന്നു. പക്ഷേ ഒരു പുതിയ പ്ലെയർ അവിടേക്ക് കടന്നു വന്നിരിക്കുന്നു, ചൈന എന്ന് പറയുന്നത്. ചൈന എല്ലാ തരത്തിലും മിലിറ്ററിലി ഇക്കണോമിക്കലി ഒക്കെ പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അത് പാകിസ്ഥാൻ്റെ ഉന്നമനത്തിന് വേണ്ടിയല്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, POK കൂടി വഴിയാണ് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പ്രോജക്റ്റ് ഗ്വാദർ പോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ചൈനയുടെ ഇന്ത്യയെ ചുറ്റാനുള്ള സ്ട്രിങ് ഓഫ് പേൾ സ്ട്രാറ്റജി, അതിനൊക്കെ അവർക്ക് പാകിസ്ഥാൻ പണ്ട് അമേരിക്ക പാകിസ്ഥാനെ ഉപയോഗിച്ചിരുന്നത് പോലെ തന്നെ ഇന്ന് ചൈനയും ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു വശം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു? നമ്മൾ ഇവിടെ പലരും അത് പറഞ്ഞു, ഈ കശ്മീരിലെ വികസനം അത് ഒക്കെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മൾ കാണേണ്ട മറ്റൊരു സംഗതി ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ നമ്മൾ ഇന്നൊരു 4 ട്രില്യൺ എക്കോണമിയാണ്, നമ്മളത് ക്രമേണ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതത്തിൽ ഒരു ബാങ്കിൽ നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ മിനിമം 7% നിങ്ങൾക്ക് പലിശ കിട്ടുന്നത്. ലോകത്തൊരിടത്തും അങ്ങനെയുണ്ട് എന്നെനിക്കിന്ന് തോന്നുന്നില്ല. FD ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ ഇൻഫ്ലേഷൻ മൂലം പലയിടത്തും വളരെ ലോ ആണ്. അപ്പോൾ സാധാരണക്കാർക്ക് അതിൻ്റേതായ ഫലം കിട്ടുന്നുണ്ട്, മിഡിൽ ക്ലാസ്സിന് അതിൻ്റേതായ ഫലം കിട്ടുന്നു. അപ്പോൾ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി ഈ സമയത്ത് പാകിസ്ഥാൻ, അമേരിക്ക ട്രംപിൻ്റെ കീഴിൽ ഒരു പുതിയ അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയൊക്കെ തകർത്ത് ഒരു പുതിയ ആ കൊളോണിയൽ പവർ എന്നുള്ളതിൽ നിന്നും മാറാൻ ശ്രമിക്കുന്നു. ആ സ്ഥാനത്തേക്ക് ചൈന വരാൻ ശ്രമിക്കുന്നു. അതിന് ഏറ്റവും ഒരു പ്രതികൂല ഘടകമായി, അതിനെ തടസ്സപ്പെടുത്താൻ കെൽപ്പുള്ള ഒരേ ഒരു രാജ്യമായി നിൽക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയെ തടയേണ്ടതുണ്ട്. അതിന് അവർ ഉള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്യും. പക്ഷേ എന്തൊക്കെ നമ്മളിതിന് കാരണങ്ങൾ പലത് അന്വേഷിച്ചാലും, ഞാൻ ഒരു 2 ദിവസം മുന്നേ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ പ്രതാപ് ഭാനു മേത്ത, വളരെ അറിയപ്പെട്ട എഴുത്തുകാരനാണല്ലോ, അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിലെ 2 വരികൾ ഞാൻ വായിക്കാം. അദ്ദേഹം എഴുതിയത് ഇതാണ്: നമ്മൾ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ there are no root causes, no mitigating circumstances that can contextualize its enormity of the Pahalgam attack. People were targeted for their religion. We can speculate on the logic of this attack.
Was it time to coincide with a visit by an American leader? Was it planned to divert attention from Balochistan to wreck Kashmir's economy? Is the attack part of the great game meant to draw in the great powers by creating a sense of crisis? But there is no point speculating on motives. In the end, it is the effect of this act that will matter. അതാണ് അതിൻ്റെ ഇഫക്റ്റാണ്. ഇതിന് എന്തൊക്കെ കാരണങ്ങൾ അന്വേഷിച്ച് പോയാലും അതൊന്നും കൊണ്ടും ഇത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇതിൻ്റെ രൂക്ഷത. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇന്നലെ ഒരു പൊളിറ്റിക്സ് ഒബ്സർവ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ പറയുകയാണ്. പൊളിറ്റിക്സ് അല്ല എൻ്റെ ബീറ്റ്. ഇന്നലെ ഈ നമ്മൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലകൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം ഭാരതത്തിൻ്റെ പ്രതികരണം എന്നതിനെപ്പറ്റി ഞാൻ കണ്ടു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരു RSS ചീഫൊന്നും അങ്ങനെ വെറുതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നടത്തില്ല. ഐ സി സെൻസ് ഓഫ് കൺസെൻസസ്. ഭരണതലങ്ങളിൽ എങ്ങനെയായിരിക്കണം ഭാരതത്തിൻ്റെ പ്രതികരണം എന്നതിനെപ്പറ്റി ഒരു കൺസെൻസസ് ഉണ്ടായിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇത്രയും നാൾ പ്രതികരിച്ചതുപോലെ പോരാ, സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഞാഞ്ഞൂലുകൾ പോലും തലപൊക്കുന്നു. നോക്ക് എന്തൊക്കെ ചെയ്തു ഇന്ത്യ ഭാരത് മാൽഡീവ്സിന് വേണ്ടി. പക്ഷേ അവസാനം എന്തായി? ഇന്ന് ബംഗ്ലാദേശും തലപൊക്കുന്നു, ബംഗ്ലാദേശും പല പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ തടയിടാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരു സെൻസ് ഓഫ് കൺസെൻസസ് ഉണ്ടായിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് അമേരിക്ക പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനെ സഹായിക്കില്ല എന്നൊരു വിശ്വാസം കൂടിയോ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആർട്ടിക്കിൾ 370 കാര്യം, ഞാനിതിൻ്റെ പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല. സുപ്രീം കോടതിയിൽ അതിൻ്റെ ഹിയറിംഗ് മൊത്തം അറ്റൻഡ് ചെയ്തതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഒരു ആം എ സ്റ്റുഡൻറ്റ് ഓഫ് ലോ, അതിന് എനിക്ക് ഇത്രയും പറയാൻ കഴിയും. ആർട്ടിക്കിൾ 3, അദ്ദേഹം ഒരു പാനലിസ്റ്റ് ചോദിച്ചതുപോലെ ശരിയാണ്, ആർട്ടിക്കിൾ 370 എന്തെങ്കിലും ഉണ്ടായിരുന്നോ, സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ തടയുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. ആർട്ടിക്കിൾ 370 അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല, ഒരു സൈക്കോളജിക്കൽ പ്രശ്നമായിരുന്നു. അതായത് ഒരു സംസ്ഥാനത്ത്, ഒരു പ്രദേശത്ത് 2 നിയമങ്ങൾ. ഒരു സംസ്ഥാന സർക്കാർ, ഒരു ആർട്ടിക്കിൾ 370 നടപ്പാക്കുന്ന മറ്റൊരു സർക്കാർ. കേന്ദ്രത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ കയ്യിലാണ് സെക്യൂരിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനുമുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഈഗോ ക്ലാഷും പ്രശ്നങ്ങളും കാരണം ഒന്നും നടക്കാതെ പോയി. അതിന് ഒരു അറുതി വരുത്തുകയാണ് 370 മാറ്റിയതിലൂടെ. ഒരു ക്ലാരിറ്റി അവിടെ വന്നു, കുറച്ചുകൂടി ബെറ്ററായി.